ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ ഭക്തജനങ്ങൾക്കും ഭാഗവതകഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 4-ാമത്തെ സ്കന്ധത്തിലെ 53-ാമത്തെ കഥയാണ്. സനകാദികളുടെ ഉപദേശവും പൃഥുവിൻ്റെ സ്വർഗയാത്രയും. സൂര്യൻ ഉദിച്ചുവരുന്ന ശോഭയോടെ പൃഥുമഹാരാജാവിൻ്റെ അടുത്തേക്ക് ശ്രേഷ്ഠരായ സനകാദി മഹർഷിമാർ എത്തിച്ചേർന്നു. സ്വയം പ്രഭ പരത്തിക്കൊണ്ട് ആകാശത്തുനിന്ന് ഇറങ്ങിവരുന്ന ആ സിദ്ധേശ്വരന്മാരെ കണ്ടപ്പോൾ രാജാവിന് അവരെ തിരിച്ചറിയുവാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. അദ്ദേഹം ഉടനെ എഴുന്നേറ്റ് അനുചരന്മാരോടൊത്ത് അവരെ എതിരേറ്റു. ഇരിപ്പിടം നൽകി പൂജിച്ചു. പാദതീർത്ഥം ശിരസിലണിഞ്ഞു. പുണ്യാത്മാക്കളെ, യോഗികൾക്ക് പോലും ഭവാന്മാരുടെ ദർശനം കിട്ടുക എന്നത് ബുദ്ധിമുട്ടാണ്. എന്നിട്ടിപ്പോൾ എനിക്ക് ആ ദർശനഭാഗ്യമുണ്ടായത് പൂർവജന്മത്തിലെ സുഹൃതം കൊണ്ടു തന്നെയാണെന്ന് കരുതുന്നു. ബ്രാഹ്മണരുടെയും ശിവന്റെയും വിഷ്ണുവിൻ്റെയും കൃപയ്ക്ക് പാത്രമായവർക്ക് ഒന്നിനും ഒരു വിഷമവും ഉണ്ടാകില്ല. ലോകനന്മയ്ക്കു വേണ്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ആരും കാണുന്നില്ല. എന്നാൽ പൂജ്യരായ ഗൃഹസ്ഥന്മാർ ദരിദ്രരാണെങ്കിലും കൃതാർത്ഥരാകുന്നു. ഭക്തന്മാരുടെ പാദതീർത്ഥം പുരളാൻ കഴിയാത്ത ഗൃഹങ്ങൾ എത്ര ഐശ്വര്യമുള്ളതാണെങ്കിലും പാമ്പുകൾ പാർക്കുന്ന മരങ്ങൾ പോലെയാകുന്നു. കുട്ടികളെപ്പോലെ അഹങ്കാരരഹിതരായ നിങ്ങൾ മോക്ഷത്തിനു വേണ്ടി ബ്രഹ്മചര്യം മുതലായ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു. ആത്മാരാമന്മാരായ ഭവാന്മാരോട് കുശലമാരായുന്നത് ഉചിതമല്ല. അതുകൊണ്ട് ഈ സംസാരത്തിൽ നിന്നും രക്ഷപ്പെടാൻ എളുപ്പമാർഗം എന്താണെന്ന് പറഞ്ഞു തന്നാലും. ഭക്തന്മാരുടെ അനുഗ്രഹത്തിനു വേണ്ടി ജന്മരഹിതനായ ഭഗവാൻ സിദ്ധന്മാരുടെ വേഷം കെട്ടി ഭവാന്മാരുടെ രൂപത്തിൽ ഈ ഭൂമിയിൽ സഞ്ചരിക്കുന്നു. പൃഥുവിൻ്റെ ന്യായയുക്തവും സാരസമൃദ്ധവും മധുരതരവുമായ വാക്കുകൾ കേട്ട് സനൽകുമാരന്മാർ സന്തോഷത്തോടെ അരുളിച്ചെയ്തു, അല്ലയോ മഹാരാജാവേ, അങ്ങേക്ക് ഭഗവാനെ വാഴ്ത്തുന്നതിലും വർണ്ണിക്കുന്നതിലും വളരെയധികം താല്പര്യമുണ്ടെന്ന് മനസ്സിലായി. ആ അനന്യഭക്തി മനോമാലിന്യങ്ങൾ അകറ്റാൻ സഹായിക്കുന്നു. അനാത്മവസ്തുക്കളിൽ വിരക്തിയും പരമാത്മാവിൽ ഉറച്ച പ്രേമവുമാണ് മോക്ഷോപായമെന്ന് ശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ആ ഈശ്വരപ്രേമമാകട്ടെ ഭാഗവത ധർമാനുഷ്ഠാനങ്ങൾ കൊണ്ടും ഭഗവത് ലീലാ ശ്രവണം കൊണ്ടും അഷ്ടാംഗയോഗം കൊണ്ടും ദൃഢമായ ആത്മരതി സൃഷ്ടിക്കുന്നു. അർത്ഥകാമാസക്തന്മാരുടെ സംസർഗം വർജിക്കണം. അവർ ഇഷ്ടപ്പെടുന്ന വസ്തുക്കളെ സ്വീകരിക്കരുത്. ഹരിലീലാമൃത പാനത്തിന് അവസരം കിട്ടാതിരിക്കുമ്പോൾ ആത്മചിന്തയിൽ വാഴുകയും ഭക്തിയിൽ ലയിച്ച് പ്രാണീപീഡ ഉപേക്ഷിക്കുകയും വേണം. പരമഹംസന്മാരുടെ നിഷ്ഠ, ആത്മഹിതം അനുന്ധാനം ചെയ്യൽ, ഭഗവത് കഥാസ്വാദനം, യമനിയമാചരണം, കാമത്യാഗം, യോഗക്ഷേമാർത്ഥകർമ്മം ഉപേക്ഷിക്കൽ, സുഖദുഃഖ നിന്ദസഹനം എന്നിവ കൊണ്ട് ഭക്തി വളരും. ഭക്തന്മാരുടെ ചെവി കുളിർപ്പിക്കാൻ ഭഗവത് കീർത്തനം കൊണ്ട് കഴിയുന്നു. ഭക്തി കൊണ്ട് പ്രപഞ്ചത്തിൽ വൈരാഗ്യവും സച്ചിദാനന്ദത്തിൽ രതിയും നിഷ്പ്രയാസം സിദ്ധിക്കുന്നു. തന്മൂലം ജ്ഞാനവും വൈരാഗ്യവും ഉറയ്ക്കുന്നു. അജ്ഞാനത്തിൻ്റെ ഇരിപ്പിടമായ അന്ധക്കരണം നശിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളിൽ നിന്നെല്ലാം മുക്തനായ ആത്മാവ് തന്നിൽ നിന്ന് അന്യമായി യാതൊന്നും കാണുന്നില്ല. അന്ധക്കരണമുള്ളപ്പോൾ തന്നെയും അന്യനെയും വേറിട്ട് കാണാൻ കഴിയുന്നു. അതായത് ജലവും കണ്ണാടിയുമുള്ളപ്പോൾ പ്രതിബിംബഭേദം കാണുന്നു, അതില്ലെങ്കിൽ കാണുന്നില്ല. ആത്മസുഖത്തിനു വേണ്ടിയാണ് ജനം പല വസ്തുക്കളെയും സ്നേഹിക്കുന്നത്. അങ്ങനെയുള്ള ആത്മാവിന് തന്നിൽ നിന്നു തന്നെ നാശം വരിക എന്നുള്ളതിനേക്കാൾ വലുതായി ഒരു നാശവും ലോകത്തിലില്ല. അർത്ഥകാമങ്ങളുടെ നിരന്തര ധ്യാനം കൊണ്ട് മനുഷ്യൻ അറിവിൽ നിന്ന് ഭ്രഷ്ടനായി സ്ഥാവരത്വം പ്രാപിക്കുന്നു. അജ്ഞാനാന്ധകാരത്തെ കടക്കാൻ ആഗ്രഹിക്കുന്നവൻ ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്ക് അത്യന്തം നാശകരമായ വിഷയങ്ങളിൽ ഒരിക്കലും ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ മോക്ഷം മാത്രമേ ശാശ്വതമായ പരമപുരുഷാർത്ഥമായി സ്വീകരിക്കപ്പെട്ടിട്ടുള്ളൂ. മറ്റുള്ളവയെല്ലാം നിത്യവും കാലഭയവുമുള്ളവയാണ്. ത്രിഗുണങ്ങളാൽ ഉണ്ടാകുന്ന സർവഭാവങ്ങളും കാലസ്വരൂപി തകർക്കും. അവയ്ക്ക് ക്ഷേമമില്ല. അതിനാൽ സർവചരാചരങ്ങളിലും വ്യാപിച്ച് ഭഗവാൻ സ്വയം പ്രകാശിക്കുന്നു. അദ്ദേഹത്തിന് ജീവാത്മ പരമാത്മാ ഭേദമില്ല. ആ ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. കാമക്രോധങ്ങളാകുന്ന ധാരാളം മുതലകളുള്ള സംസാരസാഗരം കടക്കാൻ ആഗ്രഹിക്കുന്നവർ ഭഗവാന്റെ പാദപത്മം തോണിയാക്കി കൽപ്പിച്ച് കയറി തുഴഞ്ഞ് അക്കരയ്ക്കെത്തുക. മഹർഷിമാരുടെ ഉപദേശം കേട്ട് അനുഗ്രഹീതനായ പൃഥുരാജാവ് അവരെ പ്രശംസിച്ചു. അതോടെ ഭഗവാൻ മുൻപ് നൽകി അനുഗ്രഹിച്ച മുഴുവൻ ഉപദേശങ്ങളും പൂർത്തിയാക്കപ്പെട്ടു. എനിക്ക് അർഹതപ്പെട്ടതെല്ലാം സജ്ജനങ്ങളായ എൻ്റെ പ്രജകൾക്ക് പ്രസാദരൂപേണ ദാനം നൽകിയിരിക്കുന്നു. ഇനി ഞാൻ ഭവാന്മാർക്ക് ഗുരുദക്ഷിണയായി എന്തു തരും?
രാജാവ് മഹർഷിമാരുടെ മുൻപിൽ വിനീതനായി കൈകൂപ്പി നിന്നുകൊണ്ട് ചോദിച്ചു. മറുപടിയില്ല, മൗനം. പൃഥു തൻ്റെ പ്രാണനും ഭാര്യയും മക്കളും ഗൃഹങ്ങളും ശേഷിച്ചവയും ആ ശ്രേഷ്ഠന്മാരായ ഗുരുക്കന്മാർക്ക് സമർപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് ആനന്ദചിത്തനായി അവരെ വണങ്ങി. സേനയും രാജാവും അധികാരവും ആധിപത്യവും ബ്രാഹ്മണർ അർഹിക്കുന്നു. അവർ തൻ്റെ തന്നെ അന്നം ഭുജിക്കുകയും വസ്ത്രം ധരിക്കുകയും ധനം മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ക്ഷത്രിയന്മാർ ബ്രാഹ്മണന്റെ അനുഗ്രഹത്താൽ ലഭിച്ച അന്നം ഭുജിക്കുന്നു. ആധ്യാത്മതത്വമരുളുവാൻ കരുണാശാലികളായ ഭവാന്മാർ തങ്ങളുടെ സൽപ്രവൃത്തികൾ കൊണ്ടുതന്നെ സ്വയം സന്തോഷിപ്പിക്കുക. കൂപ്പുകയല്ലാതെ ഈ ഉപകാരത്തിന് ആർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ കഴിയും? കൃതകൃത്യനായ രാജാവ് സനൽകുമാരാദികളെ പൂജിച്ച് എല്ലാവരും നോക്കി നിൽക്കെ തന്നെ അവരെ യാത്രയാക്കി. അവർ ആകാശമാർഗത്തിലൂടെ അവിടെ നിന്നും മടങ്ങി. മഹാത്മാക്കളിൽ മുഖ്യനായ പൃഥു ആധ്യാത്മോപദേശം നേടി ഏകാഗ്രചിത്തനായി ആത്മസ്വരൂപനും കൃതാർത്ഥനുമായിക്കൊണ്ട് നിലകൊണ്ടു. കർമ്മങ്ങളെല്ലാം ഭഗവാനിൽ തന്നെ അർപ്പിച്ചു. രാജാവിന് അർച്ചിസസിൽ വിജിതാശ്വൻ, ധ്രുമകേശൻ, ഹരിക്ഷൻ, ദ്രവിണൻ, വ്യകൻ എന്നീ 5 പുത്രന്മാർ ജനിച്ചു. ഭക്തനും കരുണാവത്സലനുമായ പൃഥു എല്ലാ ലോകപാലകന്മാരുടെയും ഗുണകർമ്മങ്ങൾ സ്വയം ഏറ്റെടുത്ത് സൽഭരണം കാഴ്ചവെച്ചു. തൻ്റെ സൗമ്യ ഗുണങ്ങൾ കൊണ്ട് പ്രജകളെ ആനന്ദിപ്പിച്ചു. മറ്റൊരു ചന്ദ്രനെപ്പോലെ രാജാവെന്ന പേർ അന്വർത്ഥമാക്കി. സൂര്യനെപ്പോലെ തൻ്റെ തേജസ്സുകൊണ്ട് രാജാക്കന്മാരെ തപിപ്പിച്ചു. അദ്ദേഹം സഹനശക്തിയിൽ ഭൂമിക്ക് തുല്യനും സ്വർഗം പോലെ സകലർക്കും അഭീഷ്ടം നൽകുന്നവനുമാകുന്നു. മേഘം പോലെ ലോകത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് യഥാവിധം കാമം വർഷിച്ചു. ശിക്ഷിക്കുന്ന കാര്യത്തിൽ യമതുല്യനും ധനത്തിൽ കുബേരനും ഓജസ്സിൽ വായുവും വീര്യത്തിൽ രുദ്രനായും ശോഭിച്ചു. സൗന്ദര്യത്തിൽ കാമദേവനും വാത്സല്യത്തിൽ മനുവും ഭരിക്കുന്നതിൽ ബ്രഹ്മാവും ബ്രഹ്മവാദത്തിൽ ബൃഹസ്പതിയും ജിതേന്ദ്രിയത്വത്തിൽ മഹാവിഷ്ണുവുമാകുന്നു. കാലചക്രം ഉരുണ്ടു നീങ്ങി അവതാരോദ്ദേശം നിവർത്തിച്ച ശേഷം വൃദ്ധനായ പൃഥുരാജാവ് പുത്രീതുല്യയായ ഭൂമിയെ പുത്രന്മാരെ ഏൽപ്പിച്ച് ഭാര്യയോടുകൂടി തപോവനത്തിലേക്ക് പോയി. അവിടെ രാജ്യപരിപാലനത്തിനെന്ന പോലെ ചിട്ടയോടെ തന്നെ വാനപ്രസ്ഥവേളയിലും തീവ്രനിഷ്ഠ അനുഷ്ഠിച്ചു പോന്നു. വല്ലപ്പോഴും ഫലമൂലാദികൾ ഭക്ഷിച്ചും മാസങ്ങൾ ജലം മാത്രം കഴിച്ചും പിന്നെ കുറെ പക്ഷങ്ങൾ വായു ഭക്ഷിച്ചും വേനൽക്കാലത്ത് പഞ്ചാഗ്നി മധ്യത്തിലും ഇരുന്ന് തപസ്സു ചെയ്തു. മഴക്കാലത്ത് മഴയിലും തണുപ്പുകാലത്ത് ജലത്തിലും മൗനിയായി ഇന്ദ്രിയങ്ങളടക്കി ബ്രഹ്മചര്യം പാലിച്ചു. പ്രാണനെ നിയന്ത്രിച്ച് കഠിന തപസ് അനുഷ്ഠിച്ചു. കർമ്മവാസനകൾ നശിച്ചു. സർവബന്ധങ്ങളിൽ നിന്നും മുക്തനായി പരമപുരുഷനെ ഭജിച്ചു. ഭഗവാനിൽ ഏകാന്ത ഭക്തി ജനിച്ചു. വൈരാഗ്യവും ജ്ഞാനവും ഉദിച്ചു. അഹങ്കാരം നശിച്ചു. ആത്മസാക്ഷാത്കാരം നേടി പരമാത്മാവിൽ ആത്മാവിനെ അർപ്പിച്ച് ബ്രഹ്മനിഷ്ഠയോടെ ശരീരം ഉപേക്ഷിച്ചു. രാജാവിനെ വനത്തിലേക്ക് അനുഗമിച്ച പത്നിയായ അർച്ചിസ് പ്രാണനാഥന്റെ ചൈതന്യമില്ലാത്ത ശരീരം കണ്ട് വിലപിച്ചു. അനന്തരം അവൾ പർവ്വതപ്രദേശത്ത് ചിതകൂട്ടി ഭർത്തൃശരീരം അതിൽ വെച്ചു. നദിയിൽ പോയി കുളിച്ചുവന്ന് ഉദകക്രിയ ചെയ്ത് ആകാശത്ത് നോക്കി നിൽക്കുന്ന ദേവന്മാരെ വന്ദിച്ച് 3 വട്ടം ചിത പ്രദക്ഷിണം വെച്ച് ഭർത്തൃപാദങ്ങൾ ധ്യാനിച്ചുകൊണ്ട് സ്വയം അഗ്നിയിൽ പ്രവേശിച്ചു. സതീധർമ്മം അനുഷ്ഠിച്ച അർച്ചിസസിനെ ദേവസ്ത്രീകൾ പാടി സ്തുതിച്ചു. ദേവവാദ്യങ്ങൾ മുഴങ്ങി അർച്ചിസ് പ്രാണപ്രിയനുമൊത്ത് വിഷ്ണുലോകം പ്രാപിച്ചു. ഹരേ കൃഷ്ണ. നമുക്കെല്ലാവർക്കും ഇത്രയൊക്കെ ഭക്തി ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിലും കുറച്ചൊക്കെ നമ്മൾ എല്ലാവരും ഭഗവാനെ സേവിക്കാനും ഭഗവത് കഥകൾ കേൾക്കാനും ഈ ലോകത്തിൻ്റെ മായയിൽ നിന്ന് രക്ഷപ്പെടാനും ശ്രമിക്കണം. അതിന് ഏറ്റവും നല്ല ഉപായം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.